ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരൻ എന്നാണ് ഫിജി ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. മധു കേസിൽ ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അട്ടപ്പാടി മധു കൊലക്കേസിൽ ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഫിജി ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത് ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരൻ, മധു കൊലക്കേസിൽ ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിധി പ്രസ്താവം തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അട്ടപ്പാടി മധു കൊലക്കേസിൽ ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഫിജി 5 വർഷങ്ങൾക്കു ശേഷമാണ് ഈ നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നു. അട്ടപ്പാടി മധു വധക്കേസിൽ ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണ് എന്ന് ഇപ്പോൾ മണ്ണാർക്കാട് SC/ST കോടതി വിധിച്ചിരിക്കുന്നു. വിധി പ്രസ്താവം തുടരുകയാണ്. ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരൻ, കുറ്റവും ശിക്ഷയും ഇന്ന് തന്നെ വിധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും കുറ്റം ഇത് ആരൊക്കെയാണ് ഇതിൽ കുറ്റക്കാർ എന്നുള്ള കാര്യം കൃത്യമായും കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മണ്ണാർക്കാട് SC/ST കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, രാജ്യത്ത് മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരെ ചർച്ചയായ അട്ടപ്പാടി മധു വധക്കേസിൽ ആൾക്കൂട്ട വിചാരണ നടത്തി 27 വയസ്സുകാരനായ ഒരു ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണെന്ന് മണ്ണാർക്കാട് SC/ST കോടതി വിധി പറയുന്നു. ഉണ്ണി, തീർച്ചയായും മധു കൊലക്കേസിൽ ഇപ്പോൾ മധു വധക്കേസിൽ ഇപ്പോൾ ഈ വിധി പ്രസ്താവം തുടരുകയാണ്. ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരൻ. 5 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. അസാധാരണമായ സംഭവങ്ങളെല്ലാം തന്നെ വിചാരണ ഘട്ടത്തിലുടനീളമുണ്ടായ കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറയുന്നത്. ഒന്നാം പ്രതി ഹുസൈൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇന്ന് 5 വർഷത്തിന് ശേഷമാണ് ഇന്ന് കേസിൽ കോടതി വിധി പ്രസ്താവിക്കുന്നത്. അസാധാരണമായ സംഭവങ്ങളുടെ എല്ലാം തന്നെ വിചാരണ ഘട്ടങ്ങൾ കടന്നുപോയ ഒരു കേസാണ്. രണ്ടാം പ്രതി മരക്കാറും കുറ്റക്കാരനാണ് കോടതി കണ്ടെത്തുന്നു. 1ഉം 2ഉം പ്രതികൾ കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ മണ്ണാർക്കാട് SC/ST കോടതി വിധിക്കുന്നത്. 1ഉം 2ഉം പ്രതികൾ, ഒന്നാം പ്രതി ഹുസൈൻ, രണ്ടാം പ്രതി മരക്കാർ. ഇനി മൂന്നാം പ്രതി ഷംസുദ്ദീനാണ്. 3ആം പ്രതി ഷംസുദ്ദീൻ, 4ആം പ്രതി രാജേഷ്, 5ആം പ്രതി രാധാകൃഷ്ണൻ. ഓരോരോ പ്രതികളുടെ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1ആം പ്രതി ഹുസൈൻ, 2ആം പ്രതി മരക്കാർ, 3ആം പ്രതി ഷംസുദ്ദീൻ, 4ആം പ്രതി അനീഷ്, 5ആം പ്രതി രാധാകൃഷ്ണൻ, 6ആം പ്രതി അബൂബക്കർ, 7ആം പ്രതി സിദ്ദീഖ്, 8ആം പ്രതി ഉബൈദ്, 9 നജീബ്, 10 ജൈജു, 11 അബ്ദുൽ കരീം, 12 സജീവ്, 13 സതീഷ്, 14 ഹരീഷ്, 15 ബിജു, 16 മുനീർ എന്നിങ്ങനെ 16 പ്രതികളുള്ള ഈ കേസിൽ 1ഉം 2ഉം പ്രതികൾ കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട് SC/ST കോടതി വിധിക്കുന്നു. 1ആം പ്രതി ഹുസൈനും 2ആം പ്രതി മരക്കാറും കുറ്റക്കാർ. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട 3ആം പ്രതി ഷംസുദ്ദീന്റെ വിധി എന്ത് എന്ന് അറിയാൻ സ്വാഭാവികമായും കാത്തിരിക്കുന്നു. കോടതിയിൽ മധുവിന്റെ അമ്മ മല്ലിയും സഹോദരി സരസുവുമുണ്ട്.